മുംബൈയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 6 വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. 5 അതിലധികമോ പേർ ഒത്തുകൂടാൻ പാടില്ല. ആയുധങ്ങളോ ആയുധമാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളോ കൈവശം വയ്ക്കാൻ പാടില്ല. നഗരത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന വിവരങ്ങളെ തുടർന്നാണ് ഈ നടപടി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് മുംബൈയിൽ സംഭവിക്കുന്നത്? പോലീസിന്റെ ഉത്തരവിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മുംബൈയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും ഭീഷണി ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കടുത്ത നിയന്ത്രണം ഇപ്പോൾ മുംബൈ പോലീസ് ഉത്തരവിലൂടെ ഇറക്കിയിരിക്കുന്നത്. ഈ മാസം 22 തീയതി, അതായത് തിങ്കളാഴ്ച മുതൽ ഇനി ഒക്ടോബർ 6 വരെ ഈ കടുത്ത നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. അതിൽ 5 അതിലധികമോ പേർക്ക് ഒത്തുകൂടാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു ഉത്തരവ്. അതോടൊപ്പം തന്നെ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാൻ പാടില്ല, ജാഥകളും മറ്റുമൊന്നും നടത്താൻ പാടില്ല, സമര പരിപാടികൾക്ക് നിയന്ത്രണമുണ്ട്. എന്തിനും പൊതു ഇടത്ത് പാട്ട് പാടുന്നതിനും സംഗീതം കേൾപ്പിക്കുന്നതിനും പോലും ഈ ഉത്തരവിൽ വിലക്കുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളാണ്. ഇതിൽ ചില ഇളവുകൾ സ്കൂളുകൾക്ക്, ഓഫീസുകൾക്ക്, അങ്ങനെ ആളുകൾ നിർബന്ധമായി ഒത്തുകൂടേണ്ട സാഹചര്യങ്ങളുണ്ട്. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അത്തരം സാഹചര്യങ്ങൾക്ക് മാത്രമേ ഒഴിവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സമര പരിപാടികൾക്ക് ഒക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ആയുധങ്ങൾ കൈവശം വെക്കുന്നതിന് സ്വാഭാവിക ഒരു നിയന്ത്രണമുണ്ട്, അതിന് വിലക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ആയുധമാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ പോലും കൈവശം ഉണ്ടാകാൻ പാടില്ല. കല്ലും മറ്റുമൊക്കെ ശേഖരിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും പോലും ഒരു കല്ലേറൊക്കെ നടത്താനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും വിലക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ്, കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.